ക്ഷരം, അക്ഷരം, പരമാത്മാ, ബ്രാക്കറ്റിൽ ഉത്തമ പുരുഷൻ, ഇവ ഒന്ന് വിശദീകരിക്കാമോ? ക്ഷര സർവാണി ഭൂതാനി കൂടസ്ഥോക്ഷര ഉച്യത്തെ. ഈ സമസ്ത പ്രപഞ്ചവും, നമ്മുടെ മുമ്പിൽ നിലകൊള്ളുന്ന സമസ്ത പ്രപഞ്ചവും ചേർന്ന, സമസ്ത ഭൂതങ്ങളും ചേർന്ന ഈ ദൃശ്യവും ശ്രാവ്യവും ഒക്കെ ആയിട്ടുള്ള നമ്മളാൽ അനുഭവിക്കപ്പെടുന്ന സകലത്തെയും ചേർത്ത് നമുക്ക് ക്ഷരം എന്ന് പറയാം. നശിക്കുന്നതാണ്. ജഗത്ത്, ജീവൻ എന്ന് വേർതിരിക്കേണ്ടതില്ലാതെ പറയാം. എന്നാൽ അവിടെ ജീവഭാവം ഉപാധിഗതമായ ചൈതന്യമാണ്. ഉപാധി സ്ഥൂല സൂക്ഷ്മാദി ശരീരമാണ്. സ്ഥൂല സൂക്ഷ്മാദി ശരീരഗതമായ ചൈതന്യം യാതൊന്നിനെ നമ്മൾ ജീവൻ എന്ന് പറയുമോ, എന്താണ് അതിനും ഹേതുവായിരിക്കുന്നത്? കണ്ണാടിയിൽ പ്രതിബിംബിച്ച സൂര്യൻ്റെ മൂലഭാവം എന്ത്? അവിടെ നമ്മൾ കണ്ണാടിയെ തള്ളി കേവല സൂര്യനെ ഗ്രഹിക്കുന്ന പോലെ നമ്മൾ ഈ ജീവഭാവത്തിന് ഹേതു എന്താണ്, ഈ ചിതാഭാസന കാരണം എന്താണ് എന്ന് ചിന്തിക്കും. അവിടെയാണ് കൂടസ്ഥ ചൈതന്യം വരുന്നത്. ഈ കൂടസ്ഥ ചൈതന്യം എന്ന് നമ്മൾ പറയുമ്പോൾ അവിടെ തന്നെ രണ്ട് ഘട്ടങ്ങളുണ്ട്. ഒന്ന്, സാക്ഷിഭാവത്തിൽ ജീവൻ്റെ എല്ലാ തലങ്ങളെയും കണ്ടറിഞ്ഞുകൊണ്ട് നിൽക്കുന്ന സാക്ഷി ചൈതന്യം, ഈ സാക്ഷിഭാവം. ചിന്തിക്കുക. അവിടെ നമ്മൾ സൂക്ഷ്മ വിചാരം ചെയ്ത് സർവോപാധികളെയും നീക്കി ഉപാധി വിനിർമുക്തമായ കേവല ചൈതന്യത്തെ നമുക്ക് വിചാരം ചെയ്യാം. അശബ്ദമസ്പർശമരൂപമവ്യയം ഇത്യാദി ശ്രുതികൾ ആ വിചാരത്തിന് നമ്മളെ സഹായിക്കുന്നവയാണ്. നേതി ക്രമത്തിൽ. അങ്ങനെ സാക്ഷിഭാവത്തിനുമുപരി കേവലമായ സർവാധിഷ്ഠാനമായ സത്യത്തെ നിരൂപണം ചെയ്യുമ്പോൾ അതിന് ഉത്തമ പുരുഷസ്ത്വന്യ പരമാത്മേത്യുദാഹൃത എന്ന് ഭഗവാൻ തൻ്റെ ഉപദേശത്തിൽ പറഞ്ഞു തരും. അത് വളരെ സൂക്ഷ്മ വിചാരമാണ്. അപ്പം ആദ്യം തന്നെ ക്ഷരം, പിന്നെ അതിൻ്റെ ഉപരിയുള്ള സാക്ഷി ചൈതന്യം അക്ഷരമാണ്. ആ അക്ഷരത്തിനുമുപരി, ക്ഷരാക്ഷരങ്ങൾക്കുപരിയുള്ള പാരമാർത്ഥികമായ അക്ഷരം. ഈ അക്ഷരം തന്നെ രണ്ട് തലത്തിൽ പറയാം. അതുകൊണ്ടാണ് ഈ ക്ഷരാക്ഷര പുരുഷന്മാരെ പറഞ്ഞ ശേഷം, ക്ഷരാക്ഷരങ്ങളെ പറഞ്ഞ ശേഷം ഉത്തമ പുരുഷസ്തു അന്യ പരമാത്മായിത്യുദാഹൃത. ഇത് ശ്രുതി പറഞ്ഞിട്ടുണ്ട്. ഭഗവാനത് തോന്നിയോണം പറഞ്ഞതല്ല, ശ്രുതി അനുവർത്തിച്ചതാ. ശ്രുതി സ്പഷ്ടമായി പറയുന്നുണ്ട്, അക്ഷരാത് പരതഃ പരഃ. ഓർമ്മിച്ചു വയ്ക്കുക, ശ്രുതിവാക്യം വളരെ പ്രധാനപ്പെട്ട ശ്രുതിയാണ്. അക്ഷരാത് പരതഃ പരഃ, പരമമായ അക്ഷരത്തെക്കാൾ പരമമായത്. അപ്പം പരമമായ അക്ഷരം എന്ന് പറഞ്ഞാൽ തന്നെ ഈ സകലത്തിനുപരിയാ, അതിനുപരി. ഇത് പ്രശ്നോപനിഷത്താണ്, ഓർമ്മിക്കുക. ശരി, നല്ലപോലെ വിചാരം ചെയ്യുക. സന്തോഷം.